ആണവ ചോർച്ചയില്ലെന്ന് സ്ഥിരീകരിച്ച് രാജ്യാന്തര ആണവോർജ ഏജൻസി. പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന കിരാന കുന്നുകളിൽ ആണവ ചോർച്ചയുണ്ടെന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവന്നത്. എന്നാൽ ഇത് സത്യമല്ലെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഒരു ആണവ കേന്ദ്രത്തിൽ നിന്നും ആണവ ചോർച്ചയുണ്ടായിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ വക്താവ് ഫെഡറിക് ഡാൽ പറഞ്ഞു. ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ കിരാന കുന്നുകളിലെ ആണവ കേന്ദ്രം തകർത്തുവെന്ന അവകാശവാദങ്ങൾ ഇന്ത്യൻ സൈന്യം നിഷേധിച്ചിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് എയർ മാർഷൽ AK ഭാരതി മറുപടി നൽകിയത് ഇങ്ങനെയാണ്: പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം സ്ഥിതി ചെയ്ത സ്ഥലം തങ്ങളോട് പറഞ്ഞതിന് നന്ദിയെന്നും എന്ത് തന്നെയായാലും അവിടെ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടില്ലെന്നും AK ഭാരതി പറഞ്ഞു. കിരാന കുന്നുകൾക്ക് സമീപത്തെ ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുകയാണെന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതോടെ ആണവ ചോർച്ചയുണ്ടായെന്ന് അഭ്യൂഹങ്ങൾ ശക്തമായി. കിരാന കുന്നിനെ കുറിച്ച് പ്രചരിച്ച വാർത്ത ഇങ്ങനെയായിരുന്നു: വെറുതെ ഒരു മൊട്ടക്കുന്ന് എന്ന നിലയിലാണ് കിരാന കുന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുക എന്നെങ്കിലും ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നതും മറ്റൊരു ദിശയിലേക്കാണ്. കിരാന കുന്നുകളിൽ പാകിസ്ഥാന്റെ ആണവായുധം ശേഖരിക്കുന്നതിനുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. നിരവധി വാതിലുകളും അധിക കോൺക്രീറ്റുകളും ഇട്ട് ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഈ കുന്നുകളിൽ ഉള്ളതായി പറയപ്പെടുന്നുണ്ടായിരുന്നു. ഈ കുന്നിന്റെ തന്ത്രപരമായ പ്രാധാന്യം പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഈ കുന്നിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ മിസൈൽ പതിച്ചു എന്നും മാത്രമല്ല ബങ്കറുകൾ വരെ തളച്ചുപോകാൻ ശേഷിയുള്ള മിസൈലാണ് ഇവിടെ പതിച്ചതെന്നുമായിരുന്നു വാർത്തകൾ. അതുപോലെ നൂർഖാൻ എയർബേസും തന്ത്രപ്രധാന ഇടമാണ്. ഇതും കിരാന കുന്നിനടുത്തുള്ള എയർബേസ് ആണ്. ഇവിടെയും ഇന്ത്യയുടെ മിസൈൽ പതിച്ചിരുന്നു. പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് ഇന്ത്യയെ പ്രത്യാക്രമണത്തിന് പ്രേരിപ്പിച്ചത്. പാകിസ്ഥാന്റെ 11 എയർബേസുകളാണ് ഇന്ത്യ തകർത്തത്. പക്ഷേ ഇതിൽ തന്ത്രപ്രാധാന്യമുള്ള നൂർഖാൻ എയർബേസിൽ ഇന്ത്യ ആക്രമിച്ചത് അമേരിക്കയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞുവെന്നും പറഞ്ഞിരുന്നു. കാരണം പാകിസ്ഥാന്റെ ആണവ ഉത്തരവിടാനും നിയന്ത്രിക്കാനും ഉള്ള സംവിധാനങ്ങൾ ഇതിന് തൊട്ടടുത്താണ് എന്നാണ് പറയപ്പെട്ടത്. മാത്രമല്ല പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിന് തൊട്ടടുത്താണ് നൂർഖാൻ എയർബേസ്. ഇതോടെയാണ് വെടിനിർത്തലിന് പാകിസ്ഥാന് മേൽ US സമ്മർദ്ദം ചെലുത്തിയത് എന്നായിരുന്നു അഭ്യൂഹങ്ങൾ പുറത്തുവന്നത്. സൈനിക യുദ്ധ വിശകലന വിദഗ്ധരുടെ അഭിപ്രായവും ഇതായിരുന്നു. US-ന്റെ നിർദ്ദേശം പാകിസ്ഥാൻ ഉടനെ സമ്മതിക്കുകയും ചെയ്തു എന്നും പറയപ്പെട്ടിരുന്നു. എന്നാൽ ഈ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചത് പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ഇപ്പോൾ രാജ്യാന്തര ആണവോർജ കേന്ദ്രം തന്നെ പറഞ്ഞിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.